നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാഹിബുൽ യമീനി അമീറുൻ അലാ സാഹിബു ഷിമാൽ. നമ്മളുടെ വലത്തും ഇടത്തും ഒക്കെ മലക്കുകൾ ഉണ്ടല്ലോ, നമ്മളുടെ തെറ്റുകളും നന്മകളും തിന്മകളും ഒക്കെ എഴുതാൻ വേണ്ടി. വലതു ഭാഗത്തെ മലക്ക് നന്മ എഴുതും, ഇടത് ഭാഗത്തെ മലക്ക് തിന്മ എഴുതും. എന്നാൽ സാഹിബുൽ യമീൻ വിശ്വാസങ്ങൾ പറയാണ്, സാഹിബുൽ യമീൻ അമീറുൻ അല സാഹിബ് ഷിമാൽ. വലതേ ഭാഗത്തെ മലക്ക് ഇടതേ ഭാഗത്തെ മലക്കിന്റെ മുകളിൽ അമീറാണ്. അവൻ അമീറാണെന്ന് പറഞ്ഞാൽ ഇപ്പം വലത്തെ ഭാഗത്തുള്ള ആൾ പറഞ്ഞു കേൾക്കണം ഇടത്തെ ഭാഗത്തുള്ള ആൾ. വൈദ അമിരൽ അബ്ദു ഹസനത്തൻ, ഒരു അടിമ ഒരു നന്മ ചെയ്താൽ കുത്തിബ ലഹു അഷറു അംസാലിഹ, അതുപോലത്തെ 10 നന്മ ചെയ്തതായിട്ട് അവന് പ്രതിഫലം രേഖപ്പെടുത്തി പിന്നെ വലതുഭാഗത്തെ മലക്ക്. വൈദ അമില സയ്യഅത്തൻ, ഇനി അവനെങ്ങാനും ഒരു തിന്മ ചെയ്താൽ കാല സാഹിബുൽ യമീനി, പിന്നെ വലതേ ഭാഗത്തെ മലക്ക് പറയും അംസിക്, നീ തടഞ്ഞു വെക്ക്, നിൽക്കട്ടെ, അവന്റെ ശിക്ഷ അവന് ശിക്ഷ എഴുതാൻ, അവന്റെ തെറ്റ് എഴുതാൻ വരട്ടെ. ഫയുംസിക്കു അൻഹു സബഅ സആത്ത്, 7 മണിക്കൂർ വരെ അവന്റെ ആ എഴുത്ത് വൈകിപ്പിക്കാൻ പറയും. മിനൻ നഹാർ വൈൻ ഇസ്തഗ്ഫർ, അവനെന്ത് ചെയ്യും, 7 സമയം വരെ 7 മണിക്കൂർ വരെ സമയം നൽകും. എന്തിന്? അവന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി, പാപമോചനം നൽകാൻ വേണ്ടി. ഒരാൾ തെറ്റ് ചെയ്താൽ വലതേ ഭാഗത്തെ മലക്ക് പറയും എഴുതാൻ വരട്ടെ, 7 മണിക്കൂർ വരെ സമയം കൊടുക്കും. ലം യക്തുബ് അലൈഹി, അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഓന് ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ അവന്റെ ആ പാപം എഴുതപ്പെടൂല. വൈലം യസ്തഗ്ഫിർ, അവനെങ്ങാനും പാപമോചനം തേടിയിട്ടില്ലെങ്കിലോ ഖുതിബത് സയ്യത്തൻ വാഹിദത്തൻ, അവന്റെ പേരിൽ ഒരൊറ്റ തിന്മ എഴുതപ്പെടും. അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രാണ്! ഒരു നന്മ ചെയ്താൽ അവന് 10 നന്മ ചെയ്ത പോലെ അവന് കാണിക്കും വലത്തെ ഭാഗത്തെ മലക്ക്. ഒരു തിന്മ ചെയ്താൽ അവന് വേണ്ടി കാത്തു നിൽക്കാൻ പറയും. ഒരു 7 മണിക്കൂർ കാത്തിക്കാം, 1-2 മിനിറ്റ് ഒന്നല്ല, 7 മണിക്കൂർ കാത്തിക്കാൻ പറയും. എന്തിനു വേണ്ടി? ആ മണിക്കൂറിൻ്റെ ഉള്ളിൽ അവനെങ്ങാൻ തൗബ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു ഇത്രയും കാരുണ്യവാനായിട്ട് നമ്മൾ തെറ്റ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ തൗബ ചെയ്യിക്കാൻ വൈകിപ്പിക്കുന്നതല്ലേ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാവുക? തെറ്റിനേക്കാൾ വലിയ തെറ്റ് തൗബ ചെയ്യിക്കാൻ തൗബ ചെയ്യാൻ വൈകിക്കുന്നതല്ലേ? അത് അള്ളാഹുവിനെ തൊട്ട് നമ്മൾ മോശം കരുതുന്നതല്ലേ? നമ്മൾ തെറ്റ് ചെയ്ത് പെട്ടെന്ന് തൗബ ചെയ്യുമ്പോൾ അള്ളാഹ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അള്ളാഹ് എനിക്ക് പുറത്തു തരും, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുന്ന കാര്യത്തിൽ പെട്ടെന്ന് പോയി തൗബ ചെയ്യുന്നത്, അള്ളാഹുവിനോട് പറ്റിപ്പോയി എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമല്ലേ? അതേസമയം നമ്മൾ അത് വൈകിപ്പിച്ചാലോ, നമ്മളത് കുറേ സമയത്തേക്ക് നീട്ടി വെച്ചാൽ ഇന്ന് ഏതായാലും സംഭവിച്ചു, ഞാൻ അങ്ങനെ പോട്ടെ, രാവിലെ സുബി കലായി പോയി എന്ന് കരുതുക. ഉറക്കം കൊണ്ടൊന്നല്ല, അല്ലാതെ തന്നെ ഒരാളെ സുബി കലാക്കി ശരിക്ക് കരുതി കൂട്ടി, അല്ലെങ്കിൽ ഒരാൾ ഔറാദ് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഒരാൾ തിന്മയിൽ മുഴുകി, അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ പോട്ടെ, ഒരു ദിവസം ഇങ്ങനെ പോട്ടെ, ഏതായാലും തെറ്റ് പറ്റിയില്ലേ, ഏതായാലും ഇപ്പോൾ ഒന്ന് ട്രാക്ക് തെറ്റി, ഞാൻ അങ്ങനെ പോട്ടെ കുറച്ചു കാലം എന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം മോശപ്പെട്ട ഒരവസ്ഥയാണ്. ട്രാക്ക് തെറ്റിപ്പോയി, സംഭവം ശരി തന്നെ, പെട്ടെന്ന് തൗബ ചെയ്യണ്ടേ, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരണ്ടേ? അതിനെ അള്ളാഹു